Warm greetings, ladies and gentlemen, boys and girls. Welcome to another episode of Priya Jacobs' Mera Man, My Mind, along with title sponsor Contour Backwater Resort and Convention Center. The aim of our program is to educate the senior citizens and make aware of our younger generation certain things that they should consider, they should love, they should respect the older generation, and all the older generation also should start living their life to the fullest. അതിനാണ് നമ്മളുടെ ഗസ്റ്റും ആ ഒരു എയിമിലാണ് വന്നിരിക്കുന്നത്. They will talk about their achievements and about their lifestyle. അത് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയെങ്കിൽ our program is a success, no, we believe. And we have our guest today. Namaste, sir. Namaste. Sir, can you introduce yourself to our viewers? എൻ്റെ പേര് വാഴപ്പള്ളി TS സതീഷ് കുമാർ. Okay. ഞാൻ ഒരു പ്രൊഫഷണൽ മൃദംഗം ആർട്ടിസ്റ്റാണ്. Okay. കഴിഞ്ഞ ഒരു 42 years ആയിട്ട് ഞാൻ ഫീൽഡിലുണ്ട്. കലാരംഗത്ത് തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തു വരുന്നു. ഇത് തന്നെയാണ് പ്രൊഫഷൻ. സ്റ്റാർട്ടിങ് ഒന്ന് പറയാമോ, ലൈക്ക് എങ്ങനെയാണ് സാർ ഇതിലേക്ക് വന്നേ ഈ കലാപരമായിട്ട്? ആക്ച്വലി ഞാനൊരു 10 വയസ്സുള്ളപ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. ഞങ്ങളുടെ അവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അവിടെ ഒരു ഗുരുനാഥൻ വന്ന് എല്ലാ വിജയദശമിക്കും ഇതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ടായിരുന്നു. വാഴപ്പള്ളി ചെല്ലപ്പൻ മാസ്റ്റർ, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മുഖർശംഖ് വാദകൻ കൂടിയാണ്, മൃദംഗ ഗുരുനാഥൻ കൂടിയാണ്. അദ്ദേഹം അവിടെ ഈ പറഞ്ഞ സംഘടനയിൽ എല്ലാ നവരാത്രിക്കും ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ആ സംഘടനയുടെ ഒരു പേട്രൺ ഒക്കെ ആയിരുന്നു ഒരുപാട് വർഷങ്ങളിൽ. അങ്ങനെ എനിക്ക് ഇത് എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ ഒരു സഹപാഠി ഇത് ഒരു 2 വർഷം മുമ്പ്, ഞാൻ പഠിക്കുന്നതിന് 2 വർഷം മുമ്പ് ഇത് പഠിക്കാൻ തുടങ്ങി. അവൻ ഇത് മൃദംഗം വായിക്കുന്ന കേട്ടപ്പോൾ തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ്, അത് ഞാൻ വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു. ആ ഒരു വിജയദശമിക്ക് അച്ഛൻ സ്റ്റാർട്ട്. ആൻഡ് ഐ ഹേർഡ്, ലൈക്ക് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് സർ റേഡിയോയിലൊക്കെ പെർഫോം ചെയ്യുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഒന്ന് പറയുമോ അതിനെ പറ്റി? റേഡിയോയിൽ പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ചങ്ങനാശ്ശേരി NSS ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സുപ്രിയ റേഡിയോ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു റേഡിയോ ക്ലബ്ബിലെ അംഗമായിരുന്നു. അക്കാലത്ത് ഈ ബാലലോകം എന്ന് പറഞ്ഞ ആകാശവാണിയുടെ വളരെ ജനശ്രദ്ധേയമായിട്ടുള്ളൊരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു, കുട്ടികളുടെ പരിപാടിയാണ് ബാലലോകം. അതിലാണ് ഞാൻ ആകാശവാണിയിൽ ആദ്യം പങ്കെടുക്കുന്നത്. അതിൽ ഒരു മിസ്ലേനിയസ് ഐറ്റംസ് ഒക്കെയാണ്, മൃദംഗം, കോങ്കോട്രം, അന്നത്തെ കോങ്കോട്രം, തബ്ല, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലബ്ബുകാർ ഈ പ്രോഗ്രാമിന് എന്നെ കൊണ്ടുപോയത്. അങ്ങനെയാണ് ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ ട്രിവാൻഡ്രം സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ 1986 ഓൾ ഇന്ത്യ റേഡിയോ ചെന്നൈ വാനൊലി നിലയം, അവിടെ ഗ്രേഡഡ് ആർട്ടിസ്റ്റായി. 86 മുതൽ മദ്രാസ് റേഡിയോ സ്റ്റേഷനിൽ പ്രോഗ്രാംസ് വായിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആകാശവാണിയുടെ A ഗ്രേഡ് മൃദംഗം ആർട്ടിസ്റ്റ്. ഇപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് യു ഓൾസോ ഗോ ഫോർ ഈവന്റ്സ് അല്ലേ? ഈവന്റ്സ്, മാരേജ് ഫംഗ്ഷൻസ്, എല്ലാത്തിനും പോകും. പണ്ടത്തെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചാൻസസ് അല്ല ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക്. ഈ പണ്ടെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ മൃദംഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ലെജൻഡിൻ്റെ മൃദംഗം വായന കേൾക്കണമെങ്കിൽ വളരെ, ദാറ്റ് വാസ് വെരി റെയർ ഒക്കേഷൻസേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരു കോയിലിൽ, ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാമിന് നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയി ആ കച്ചേരിക്ക് വായിക്കുന്ന ആ ലെജൻസിൻ്റെ വായന നമ്മളെ കേൾപ്പിക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെ ഉള്ളൂ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ ടിപ്സിലാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് ലെജൻസിൻ്റെയും, ഏത് അപ്കമിങ് ആർട്ടിസ്റ്റുകളുടെ, അല്ലെങ്കിൽ ഫീൽഡിൽ ഏറ്റവും ലൈംലൈറ്റിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഏത് ടൈപ്പിലുള്ള, ഏത് സ്റ്റൈൽ ഓഫ് പെർഫോമൻസും അവർക്ക് they can choose. So do you think that this generation is using it? 100%. അങ്ങനെ അനേകം ആർട്ടിസ്റ്റുകൾ, അതായത് ഇപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഈ താളങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. വാഴപ്പള്ളി TS സതീഷ് കുമാർ ലയ തരംഗ്
എന്നാണ് എൻ്റെ ആ FB പേജിൻ്റെ പേര്. സോ അതിൽ ഞാൻ അറൌണ്ട് 40 എപ്പിസോഡ്സ് ഇപ്പോൾ ഓൾറെഡി ഐ ഹാവ് ഡൺ ചെയ്തിട്ടുണ്ട്. അതെ. ഇപ്പം ഈ പറയുന്ന ക്ലാസ്സസ് എടുക്കുന്നത് ഈ കൊച്ചു പിള്ളേരാണോ, ഇതോ ഓൾഡർ ജനറേഷനും ഇതിനകത്ത് പങ്കുചേരുന്നുണ്ടോ? ഓൾഡർ ജനറേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ സീരീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് 4+60 ആണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് 60+ ആയിട്ടുള്ളവർക്കും ക്യാൻ ദേ സ്റ്റാർട്ട്? പണ്ട് എന്താന്ന് വെച്ചാൽ സർ നമ്മൾ ഒരുപാട് പാഷൻസ് ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ടു ഡു ദെയർ പാഷൻസ്. അത് ചിലപ്പം ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ പല സമയക്കുറവും കൊണ്ട് അവർക്ക് നമുക്ക് ഓരോ പ്രയോറിറ്റീസ് ഉണ്ടല്ലോ ലൈഫിൽ. ആ പ്രയോറിറ്റീസ് കയറി പോകുമ്പോഴത്തേക്കിന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സോ ദീസ് പീപ്പിൾ ദേ മൈറ്റ് ഹാവ് ക്രോസ്ഡ് 60 റൈറ്റ് നൗ, ബിക്കോസ് നമ്മുടെ എപ്പിസോഡ് 60 ആയതുകൊണ്ട് ഞാൻ ആ 60 കണക്ട് ചെയ്ത് പറഞ്ഞു. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ഈ 60 കഴിഞ്ഞവർക്കും ക്യാൻ ദേ ഗോ ബാക്ക് ആൻഡ് ഫുൾഫിൽ ദെയർ ഡിസയേഴ്സ് ടു അച്ചീവ് whatever the passions, അത് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് ഈ 60 കഴിഞ്ഞാലും അവരുടെ കൈയോടൂ, ലൈക്ക് ക്യാൻ ദേ ഡു ഇറ്റ്? നമുക്ക് ഈ പാഷൻ മാത്രം പോരാ, നമുക്ക് നമ്മുടെ ഉള്ളിലൊരു അല്പം അതിൻ്റെ ഒരു ടേസ്റ്റ് തീർച്ചയായിട്ടും വേണം. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഗുരുവിൽ നിന്ന് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലാതെ നമുക്കൊരു പാഷനുണ്ട് എന്ന് കരുതി നമുക്ക് ഒരിക്കലും സംഗീതം വഴങ്ങാത്ത ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളവർ ശ്രമിക്കുന്ന അത്രത്തോളം അവർക്ക് അതിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. ചിലർ നമ്മൾ ഇന്നേറ്റ് ആയിട്ടുള്ള, ഞാൻ പല സിനിമ ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കഴിവില്ലായിരുന്നു, പക്ഷെ ഞാൻ അത് പഠിച്ചെടുത്ത് അതിലേക്ക് ആയതാണ് എന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു. അപ്പം നമുക്ക് ഇന്നേറ്റ് ആയിട്ട് ഒരു കഴിവില്ലെങ്കിൽ പോലും നമ്മൾക്ക് പരിശ്രമിച്ചാൽ, നമ്മൾ ഏത് ഏജ് ആയാലും സാരമില്ല, പരിശ്രമിച്ചാൽ യു ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്, അല്ലേ? ഈ പണ്ടത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ ഇപ്പം. നമ്മള് ഈ ലൈഫില് പ്രത്യേകിച്ച് ലേഡീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവര് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് ബേർഡൻസ് ആണ് അവർ എടുക്കേണ്ടതായിട്ട് വരുന്നത്. ശരിക്കും അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരങ്ങൾ പണ്ട് കിട്ടുന്നുണ്ടായിരുന്നോ? ഇല്ല, പണ്ട് അതേ കിട്ടുന്നില്ലായിരുന്നു. അതെ, ഇപ്പൊ പക്ഷെ അവരത് കണ്ടെത്തി തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് ദാറ്റ്സ് ബിക്കോസ് ഒത്തിരിയും പണ്ട് നാട്ടുകാരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ പോയാൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഏജ് ആയില്ലേ, ഇനി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊരു മൈൻഡ് ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അത് മാറി. ഈ ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. ഇപ്പൊ ആ ട്രെൻഡ് മാറിയിട്ട് ഇപ്പൊ നാട്ടുകാർ എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ആൾക്കാർ. ഇപ്പൊ നാട്ടുകാർ അങ്ങനെ വിചാരിക്കുന്ന ഒരു പെർസെന്റേജ് ഒരുപാട് കുറഞ്ഞു കമ്പയർ ടു ഒരു 15 years ബാക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കുറഞ്ഞു. സോ നമ്മുടെ ഗസ്റ്റിന് വേണ്ടി എപ്പോഴും നമ്മൾക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്. Okay, and it's a song that we are dedicating for you. We just want you to enjoy it. നമുക്ക് മൃദംഗം വെച്ചൊരു പാട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, but this is a melody for you. Okay, so and viewers, of course, you can enjoy it, but the song is for sir. Okay.
നനഞ്ഞു നിൽക്കുമഴകേ നീ എനിക്കു പുണരാൻ മാത്രം. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. നീ മയങ്ങും മഞ്ഞുകൂടൻ മൂകമാനസമോ, നീ തലോടും നേർത്ത വിരലിൽ സൂര്യമോതിരമോ, ഇതളായി വിരിഞ്ഞ പൂവുപോൽ ഹൃദയം കവർന്നു തന്നു നീ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ഞാൻ ഒരു 6 വർഷം മുമ്പാണ് കഥകളി പഠിക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. കഥകളി വാഴപ്പള്ളി ക്ഷേത്രത്തിൽ വളരെ ആചാര്യന്മാർ വന്ന് കഥകളി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ അടുത്തുള്ള. ആ ടീച്ചേഴ്സ് അടുത്തിരുത്തി കഥ പറഞ്ഞു തരുമായിരുന്നു. അന്ന് മുതൽ ഈ കഥകളി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ പണ്ട് കാലത്ത് ഈ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിലൊന്നും പോകാനോ ഒന്നും അന്നത്തെ സാഹചര്യത്തിൽ സാധിച്ചില്ല. എങ്കിൽ മൃദംഗം പഠിച്ച് അല്പം മുന്നോട്ട് വരാൻ സാധിക്കുകയും ചെയ്തു. ഇതിങ്ങനെ മനസ്സിൽ കടന്നതാണ് ഒരു 6 വർഷം മുമ്പ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 2 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് പറ്റുന്നില്ല. കാര്യം മൃദംഗം വായിക്കുന്ന പറയിൽ ഇത് ചവിട്ടണ്ടേ, ഈ അടവുകൾ കംപ്ലീറ്റ് ചവിട്ടണ്ടേ, കാലിന്റെ ഈ കുഴയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ ഞാൻ അന്നേരം അത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നീട് ഒരിക്കലും ഈ ഒരു വേഷം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക്, ആ ഒരു പാഷൻ നമുക്ക് സാധിക്കാൻ പറ്റും. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഏതൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ആദ്യത്തെ തടസ്സങ്ങൾ മാറി അത് നമ്മളിലേക്ക് എത്താൻ തുടങ്ങും പിന്നീട്. അതുപോലെ തന്നെ ആയിരുന്നു ചെണ്ട. 2010 ഞാൻ ചെണ്ട പഠനം കേളി വരെ ആയപ്പോഴാണ് ഞാൻ ആയാങ്കുടി കുട്ടപ്പന്മാരായിരുന്നു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആശാന്റെ കീഴിലാണ് പഠിച്ചിരുന്നത്. 2010 ചില കാരണങ്ങൾ ഞാനും പ്രോഗ്രാം തിരക്കായിരുന്നു. അദ്ദേഹത്തിന് ചില അസുഖങ്ങളൊക്കെ വന്നു, അങ്ങനെ അത് മുടങ്ങി. ഈ കൊറോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ആയാങ്കുടി കലാഭാരതി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങി 2020 ഞാൻ കഥകളി പുറപ്പാട് മേളപ്പദം കൊട്ടി അരങ്ങേറി. സോ ഏത് ജനറേഷൻ ആണ് എന്നുള്ളതൊരു വിഷയമല്ല. വെദർ യു ആർ ദി യങ്ങർ ജനറേഷൻ ഓർ ദി ഓൾഡർ ജനറേഷൻ, ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. നമ്മൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു മാനേജ് യുവർ ടൈം വെൽ, യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സ്ലീപ്പ് വെൽ, യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് വെൽ. എല്ലാത്തിനും ഒരു ഡെഡിക്കേഷനും ഒരു ഡിസിപ്ലിനും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നോ മോർ എക്സ്ക്യൂസസ് ഐ ഗെസ്. ടൈം ഇസ് ഈക്വലി ഗിവൺ ടു എവ്രി വൺ. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടി പോവുക, നമ്മൾ തേടി വരികയും ചെയ്യും. ബട്ട് യു നീഡ് ടു ഡിസിപ്ലിൻ യുവർ സെൽഫ്. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ഇൻവൈറ്റ് സ്വീകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് സച്ച് ഇൻസ്പിറേഷൻ തന്നതിന്. തീർച്ചയായിട്ടും നമ്മളുടെ പ്രായം എന്തുവാകട്ടെ, ജീവിത സാഹചര്യങ്ങൾ എന്തുവായിക്കൊള്ളട്ടെ, നമ്മുടെ പാഷനാണ് നമുക്ക് വലുത്. അതിന് പ്രായം നോക്കണ്ട. പണ്ടുള്ളവർ പറയുന്ന മാതിരി അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും എന്ന് പറയുന്ന മാതിരി നിങ്ങളുടെ പാഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഏത് പ്രായത്തിലുള്ളവർക്കും
അവരാഗ്രഹിക്കുന്ന മേഖലയിലേക്ക് കടന്നു വരാൻ ഈ പരിപാടി, ഈ പ്രോഗ്രാം അവർക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. Thank you so much, sir. So with this, we wind up today's episode. So this is me, Priya Jacob, signing off. So until we meet next, it's a big bye from my side. പാട്ടമ്പലത്തിൽ പടേണിയും കണ്ടിട്ട് പാതിരാനേരത്തു കൂട്ടുകാരോടൊത്തു പാട്ടും പാടി വരുമ്പോഴതാ